സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. എയർഫോഴ്സിലെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനുണ്ട്. എല്ലാ ദിവസവും 8 മണിക്ക് എന്നെ വിളിച്ചുണർത്തും. അദ്ദേഹത്തിൻ്റെ വൈഫിന് ഷി ഹാസ് സം അഡ്വാൻസ്ഡ് ക്യാൻസർ. 30-40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. യു ആർ ലെറ്റിംഗ് മൈ വൈഫ് ഡൈ. ഇതാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാനിത് ഒഴിയാനായിട്ട് എഴുതി കൊടുത്തത്. KSRTC രക്ഷിക്കാൻ കഴിയാത്ത ആൾക്ക് KTDFC രക്ഷിക്കാൻ കഴിയൂ. KSRTC ഞാൻ പഠിച്ചിടത്തോളം ചില ഓപ്പറേഷണൽ ഇഷ്യൂസ് ഉള്ള ഒരു കമ്പനിയാണ്. ചിലത് ക്രോണിക്കാണ്, ചിലത് സമീപത്ത് വന്നതാണ്. ഈ KTDFCയും കൂടെ ചേർത്തുകൊണ്ടേ KSRTCയുടെ ക്യാഷ് ക്രൈസിസിന് അല്ലെങ്കിൽ KSRTCയുടെ ലിക്വിഡിറ്റി ക്രൈസിസിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അന്നേരം അത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കാണോ നീങ്ങുന്നത്? അടച്ചുപൂട്ടുന്നില്ല. പക്ഷേ ഒരു NBFC എന്നുള്ള നിലയ്ക്ക് RBIയുടെ അംഗീകാരം ഇല്ലാതെ മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ലോൺസ് എടുക്കാനും സാധിക്കില്ല, ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യാനും സാധിക്കില്ല, ലോൺസ് കൊടുക്കാനും സാധിക്കില്ല. NBFC ഫംഗ്ഷൻ അവസാനിക്കും. ഇറ്റ് സ്റ്റേ ആസ് എ ഗവൺമെൻറ് കോർപ്പറേഷൻ. സ്ഥാനമൊഴിയുന്ന KTDFC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും സംസ്ഥാന കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായ ഡോക്ടർ ശ്രീ B. അശോകാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ഡോക്ടർ അശോക്. മുങ്ങിത്താഴുന്ന KTDFC എന്ന കപ്പലിനെ നടുക്കടലിൽ ഉപേക്ഷിച്ചിട്ട് ക്യാപ്റ്റൻ മാറുകയാണ്. അങ്ങനെയല്ല, ഞാൻ 6 മാസം മുമ്പ് പദവി ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. 1 മാസം മുമ്പും ഗവൺമെൻറ് കത്ത് കൊടുത്തായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ലീഡർഷിപ്പ് അവിടെ ഏറ്റെടുത്ത് ഇപ്പോൾ നടക്കുന്ന ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മാറണമെന്ന് ആവശ്യപ്പെട്ട 2.5 വർഷത്തിൽ മീതെയായി. അത് മാത്രമല്ല, ഈ സ്റ്റേജിൽ ആ കമ്പനിക്ക് കുറച്ചുകൂടെ ഒരു ക്ലോസ് സൂപ്പർവിഷൻ ആവശ്യമുള്ളൊരു സമയമാണ്. ഈ പറഞ്ഞ മാതിരി മറ്റ് ചുമതലകളും വന്നു. അതുപോലെ തന്നെ അത് ഒരു മാത്രമല്ല ട്രാൻസ്പോർട്ട് വകുപ്പിലോ ഫിനാൻസിലോ ഉള്ള ഒരാൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അതിന് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യമാണ് അറിയിച്ചത്. KTDFCക്ക് 750 കോടി രൂപ വായ്പാ കുടിശ്ശിക നൽകാനുള്ള KSRTCയുടെ തലവനാണ് KTDFCയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. KSRTCയെ രക്ഷിക്കാൻ കഴിയാത്ത ആൾ എങ്ങനെ KTDFC രക്ഷില്ല? ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓഫ് കോഴ്സ് ബോർഡ് ലെവലിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മറികടക്കാനായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ആളിനെ നോക്കേണ്ടതില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഓഫീസേഴ്സ് വർക്ക് ഫോർ ദ ഗവൺമെൻറ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു വിഷയമൊന്നുമല്ല, പരിഹരിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഈ KTDFCയും കൂടെ ചേർത്തുകൊണ്ടേ KSRTCയുടെ ക്യാഷ് ക്രൈസിസിന് അല്ലെങ്കിൽ KSRTCയുടെ ലിക്വിഡിറ്റി ക്രൈസിസിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും വായിക്കുന്നതും അവിടെ സാലറി വൈകുന്നു, ഇങ്ങനെ എംപ്ലോയീസിൻ്റെ ഡ്യൂസ്, അതായത് കറൻറ്റ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ താമസം വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ദർ ആർ ക്രെഡിറ്റേഴ്സ് ഓൾസോ വെയിറ്റിംഗ്. അതാണല്ലോ ഈ ഉദ്ദേശിച്ച 18 എടുത്ത ലോൺസിൻ്റെ വിഷയം. അപ്പോൾ ഏത് കമ്പനിയിലും ഒരു ബേസിക് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ലിക്വിഡേഷന് നിൽക്കുമ്പോൾ പോലും ക്രെഡിറ്റർ ഹാസ് ടു ബി മെറ്റ് ഫസ്റ്റ്. അതിനുശേഷം എംപ്ലോയീസിൻ്റെ ഡ്യൂസ്, കോൺട്രാക്ച്വലായിട്ടുള്ള ഡ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷമേ ഷെയർ ഹോൾഡറിന് മിച്ചം ഉള്ള പ്രതിഫലം കിട്ടുള്ളൂ. ഇവിടെ ഷെയർ ഹോൾഡറിന് ചിലപ്പോൾ വാല്യൂ കാണത്തില്ല. കാരണം ടോട്ടൽ ഡ്യൂസ് ജീവനക്കാർക്കും ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്താൽ പല പബ്ലിക് സെക്ടർ കമ്പനീസിലും അങ്ങനെ വരാം. നെറ്റ്വർത്ത് എറോഡ് ചെയ്തു പോയ കമ്പനികളുണ്ടാവാം. ഇവിടെ ഞാൻ ചോദിച്ചതിനകത്തൊരു ചോദ്യമാണ്, KSRTCയെ രക്ഷിക്കാൻ കഴിയാത്ത ആൾക്ക് KTDFCയെ രക്ഷിക്കാൻ കഴിയൂ? KSRTC രക്ഷിച്ചില്ല എന്നൊക്കെ രാജേഷ് പറയുന്നു. ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഈ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാൽവേഷൻ എന്ന മാതിരി അല്ലല്ലോ. ഒരു ഫേമിനെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ എപ്പോഴും കൺകറൻറ്റ് ഇഷ്യൂസ് കാണും. KSRTC ഞാൻ പഠിച്ചിടത്തോളം ചില ഓപ്പറേഷണൽ ഇഷ്യൂസ് ഉള്ള ഒരു കമ്പനിയാണ്. ചിലത് ക്രോണിക്കാണ്, ചിലത് സമീപത്ത് വന്നതാണ്. പക്ഷേ ഇതേ അറ്റംപ്റ്റഡ് റീസ്ട്രക്ചറിങ് 2018 പ്രൊഫസർ തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, അന്ന് MD ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, പലരും മാറി, 4-5 പേര് മാറി. പക്ഷേ ദേ കമൻസ്ഡ് ഓൺ എ റീസ്ട്രക്ചറിങ് പാക്കേജ്. ഒരു ഖന്ന എന്ന് പറയുന്ന ഒരു IIM പ്രൊഫസർ മെയ്ഡ് സർട്ടൻ സീരീസ് റിപ്പോർട്ട് നടപ്പിലാക്കിയോ? പാർഷ്യലി ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2018 350 കോടി രൂപ വായ്പ എടുത്തതാണ് ഇപ്പോൾ പലിശയും പിഴപ്പലിശയും എല്ലാം കൂടെ ചേർന്ന് 750 കോടിയിൽ എത്തി നിൽക്കുന്നത്. KTDFC കൊള്ളപ്പലിശയാണ് ഈടാക്കുന്നത്. അതായത് ഏത് ഫേമിൻ്റെയും പലിശ നിരക്ക് തീരുമാനിക്കുന്നത് അവരുടെ റീപേയ്മെൻറ്റ് എബിലിറ്റി, അവരുടെ ലോൺ റിസ്ക്, ഇങ്ങനെയുള്ള മാർക്കറ്റ് ഘടകങ്ങളാണ്. ആരും കൊടുക്കേണ്ടതിൽ കൂടുതൽ പലിശയിൽ ബോറോ ചെയ്യത്തില്ല. സോ യു ക്യാൻ കംപ്ലൈൻ അബൌട്ട് ഇപ്പോൾ KCBക്ക് കിട്ടുന്ന പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ മറ്റ് പല കമ്പനികളും കിട്ടത്തില്ല. കാരണം അവരൊരു മാസം 1000 കോടിയിൽ പരം റവന്യൂ ഉള്ള അഷ്വേർഡ് റവന്യൂ ഉള്ള ഒരു മൊണോപ്പൊളിയാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അത് കാണും. അതേസമയം പിന്നെ 20 ലക്ഷം പാസഞ്ചറെ പിന്നെ ക്യാരി ചെയ്യുന്ന KSRTCക്ക് ആ റവന്യൂ ഉണ്ടാവില്ല. അവരുടെ ബാലൻസ് ഷീറ്റ് വിൽ റിഫ്ലക്റ്റ് എ ഡിഫറെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് സ്ട്രക്ചർ. അപ്പോൾ പലിശ നിരക്ക്
വ്യത്യാസപ്പെടും. യു ഹാവ് ടു പിക്ക് യുവർ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ വിചാരിക്കുന്നത് 18 പ്രൊഫസർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ റീസ്ട്രക്ചറിങ് അവരെ ബെനിഫിറ്റ് ചെയ്തു. കാരണം 12% മീതെ പോയിരുന്നത് 9.5% കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു 600-700 കോടിയുടെ അഡ്വാൻറ്റേജ്, ക്യുമുലേറ്റീവ് അഡ്വാൻറ്റേജ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് 3300 കോടി ലോൺ റീസ്ട്രക്ചർ ചെയ്തപ്പോൾ വലിയൊരു മെച്ചം, ഒരു 25% മെച്ചം അവർക്ക് അതിൽ നിന്ന് കിട്ടി. അത് ഓൺലി തിങ് ഈസ് ഈ ഖന്ന ഓപ്പറേഷണലായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ മുന്നോട്ട് പോയി റവന്യൂ വർദ്ധിപ്പിച്ച് കോസ്റ്റ് കണ്ടെയ്ൻ ചെയ്ത് അത് വീട്ടാനുള്ളൊരു ഇതിലേക്ക് നമ്മൾ ഇനിയും എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ ഗ്യാരണ്ടി നിന്നതുകൊണ്ടാണ് ഇതിൽ പലരും നിക്ഷേപിച്ചത്. നിക്ഷേപകരിൽ റിട്ടയർഡ് IAS ഓഫീസേഴ്സ് ഉണ്ട്, അല്ലെ റിട്ടയർഡ് സൈനികരുണ്ട്. അവരെല്ലാം സർക്കാരിനെ വിശ്വസിച്ച് ഇതിൽ പൈസ നിക്ഷേപിച്ചു. എനിക്ക് തോന്നുന്നു 1000-ഓളം നിക്ഷേപകർ KTDFCക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ബാധ്യത പണം തിരിച്ചു കൊടുക്കുന്നത് സർക്കാരിന് ബാധ്യതയില്ലെന്നാണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ബാധ്യതയില്ലെന്ന് ഗവൺമെൻറ് പറഞ്ഞില്ല. ബാധ്യതയില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ ക്രെഡിറ്റ് ഈ KSRTCക്ക് ഓഫർ ചെയ്ത ക്രെഡിറ്റ് പിന്നെ തിരിച്ച് എടുക്കാനോ അല്ലെങ്കിൽ ആസ്തികൾ മോർഗേജ് ചെയ്തോ സെയിൽ ചെയ്തോ ഈ പണം കണ്ടെത്താനുള്ള പരിശ്രമം നടക്കുന്നില്ലെങ്കിൽ മാത്രമേ ഗ്യാരണ്ടി ഇൻവോക്ക് ചെയ്യാൻ ഇതുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ ബാധ്യതയുള്ളൂ എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. എനിക്കതിൻ്റെ ഗവൺമെൻറ് ഗ്യാരണ്ടീസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 292, 293, പിന്നെ അതുപോലെ തന്നെ ദർ ഇസ് എ പോളിസി ഇൻ പൊസിഷൻ ഗവൺമെൻറ് ഗ്യാരണ്ടീസിൽ. ഇപ്പോൾ GDPയുടെ ഇത്ര ശതമാനം ബോറോ ചെയ്യുന്ന മാതിരി ഇത്ര ശതമാനത്തിന് ഗ്യാരണ്ടി കൊടുക്കാം, ഏതൊക്കെ ടേംസിൽ. പ്രൈവറ്റ് ഏജൻസീസിന് കൊടുക്കില്ല. അപ്പോൾ ആ ടേംസ് വെച്ച് നോക്കുമ്പോൾ ഈ ഉള്ളി തിങ് ഈസ് ദാറ്റ് ഈ ക്രെഡിറ്ററെ നമ്മൾ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ KTDFCക്ക് അസറ്റ് ഇല്ല. മൊത്തം അസറ്റ് ബേസ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 75 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ അത് 500 കോടി കടത്തിൻ്റെ ഒരു ഫ്രാക്ഷൻ, 1% പോലും ഇല്ല. അപ്പം ഗവൺമെൻറ് ഗ്യാരണ്ടീസ് അതിനാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഡിസ്ചാർജ് ഓഫ് ഗ്യാരണ്ടി എടുക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ എൻ്റെ ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമ്മുടെ KSRTCക്ക് ലെൻഡ് ചെയ്ത ഒരു ക്രെഡിറ്റർ, ആ കമ്പനി ബാങ്ക്രപ്റ്റ് ആയെന്ന് വെച്ചോളൂ. അപ്പം ഈ ഗ്യാരൻറ്റർ എടുക്കുന്ന പൊസിഷൻ ഈ അസറ്റ് ലിക്വിഡേറ്റ് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ അസറ്റ് എന്തെങ്കിലും റിമെയിൻ ചെയ്യുന്നെങ്കിൽ ഗ്യാരണ്ടി പ്ലേ ചെയ്യേണ്ട കാര്യമില്ല എന്നെടുത്താൽ ആ ലിക്വിഡേഷൻ പ്രോസസ്സ് വരെ അയാൾ വെയിറ്റ് ചെയ്യണം. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയ ചെറിയ നിയമം എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഹാസ് ടു ബി ഡിസ്ചാർജ്ഡ് ഓൺ കോൾ. അതാണല്ലോ ഞാൻ പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ ഫെയിൽ ചെയ്താൽ ഞാൻ ഉടനെ തന്നെ അത് മീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ദർ ഇസ് എൻ ആൾട്ടർനേറ്റ് വ്യൂ. അതെനിക്ക് അറിഞ്ഞുകൂടാ. അൾട്ടിമേറ്റ്ലി പിന്നെ ഒരു പ്രോബ്ലി കോർട്ട് വിൽ ഹാവ് ടു സോർട്ട് ഓഫ് സേ വാട്ട് ഈസ് വാട്ട്. അല്ല, KTDFCയിൽ പണം നിക്ഷേപിച്ച ശ്രീരാമകൃഷ്ണ മിഷനെ പോലുള്ള സ്ഥാപനങ്ങളടക്കം ഇപ്പോൾ കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ 21 ദിവസത്തിനകം കോടതിയിൽ എനിക്ക് എൻ്റെ അറിവിൽ 4-5 പെറ്റീഷനേഴ്സാണ് ഉള്ളത്. ആ തുകയൊക്കെ നിസ്സാരമാണ്, 5 കോടി രൂപയുടെ. പക്ഷേ പ്രശ്നം അവിടെ നിൽക്കില്ല. 21 ദിവസത്തിനുള്ളിൽ പണം തിരിച്ചു കൊടുത്തില്ലേ RBI KTDFCയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് പറയുന്നു. RBI ഓഗസ്റ്റ് 2022 പുതിയ ഡെപ്പോസിറ്റ്സ് എടുക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം 434 ഈ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് നോൺ പെർഫോമിംഗ് അസറ്റ്, അതിപ്പോൾ എനിക്കായാലും കേരള ബാങ്കിനായാലും ഒരുപോലെ തന്നെയാണ്. നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ 50% ബാലൻസ് ഷീറ്റിൽ നമുക്ക് പിന്നെ നഷ്ടമായിട്ട് ഉൾപ്പെടുത്തണം ഓരോ വർഷവും. അപ്പോൾ അങ്ങനെ പ്രോഗ്രസീവായിട്ട് അത് നടന്നു പോകുമ്പോൾ ഞാൻ 50 കോടി 90 കോടി ലാഭം ഉണ്ടായിരുന്ന കമ്പനി 50 കോടിയായി, 100 കോടി നഷ്ടമായി, 150 കോടിയായി, 200 കോടിയുടെ അടുത്ത് നഷ്ടത്തിലേക്ക് വന്നു. ഇതെല്ലാം ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് RBI പറഞ്ഞു നിങ്ങൾ നെറ്റ് ഓൺ ഫണ്ട് കുറവായതുകൊണ്ട് പുതിയ ഡെപ്പോസിറ്റ്സ് എടുക്കണ്ട, അത് കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് ഓഗസ്റ്റ് 22. 21 ദിവസം, അതായത് കഴിഞ്ഞ മാസം 20-ാം തീയതി RBI നോട്ടീസ് തന്നു. ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതിന് മുമ്പ് ഇടയ്ക്ക് ഗ്യാരണ്ടി ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞു, ഗവൺമെൻറ്റിനോട് ഗ്യാരണ്ടി ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഗ്യാരണ്ടി ഇൻവോക്ക് ചെയ്തു. അത് 4-ാം മാസം തോന്നുന്നു. അപ്പോൾ ഇത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പരാതി സസ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അവർ പറഞ്ഞു, കഴിഞ്ഞ 20-ാം തീയതി പറഞ്ഞു, പിന്നെ 10 നവംബറിനകം ഇഫ് യു ഡോണ്ട് ഷോ ഇനഫ് കോസ് വി വിൽ ക്യാൻസൽ യുവർ രജിസ്ട്രേഷൻ. അതിൻ്റെ മറുപടി കൊടുക്കാനിരിക്കുന്നേ ഉള്ളൂ. അന്നേരം അതൊരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കാണോ നീങ്ങുന്നത്? അടച്ചുപൂട്ടുന്നില്ല. പക്ഷേ ഒരു NBFC എന്നുള്ള നിലയ്ക്ക് RBIയുടെ അംഗീകാരമില്ലാതെ മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ലോൺസ് എടുക്കാനും സാധിക്കില്ല, ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യാനും സാധിക്കില്ല, ലോൺസ് കൊടുക്കാനും സാധിക്കില്ല. NBFC ഫംഗ്ഷൻ അവസാനിക്കും. സ്റ്റേ ആസ് എ ഗവൺമെൻറ് കോർപ്പറേഷൻ കമ്പനി. ശരിക്കും ഫലത്തിൽ നിക്ഷേപകരാണ് നടുക്കടലിൽ. നിക്ഷേപകരുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും ഉപേക്ഷ വിചാരിക്കാൻ പറ്റില്ല. അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് കൊടുക്കാതെ സാധിക്കില്ല. അതാണല്ലോ ഗവൺമെൻറ് പറഞ്ഞത്. ഈ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിലും പറഞ്ഞത് ദാറ്റ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി ബെനിഫിഷ്യറീസ് ഓഫ് ദ ബോറോയിങ്.
അതായത് ആരാണോ കടം സ്വീകരിച്ചത് ആ കമ്പനികളുടെ ആസ്തി 1000 കോടിയിൽ പരം ആസ്തിയുണ്ട്, അത് മൊബിലൈസ് ചെയ്ത് മോർഗേജ് ചെയ്തോ സെയിൽ ചെയ്തോ ഇത് കൊടുക്കണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. അല്ല, KSRTCയുടെ ആസ്തികൾ വിറ്റഴിച്ച് ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറയുന്നുണ്ടല്ലോ, വിറ്റ് കഴിഞ്ഞാൽ അത് വിറ്റോ പണയം വെച്ചോ ഇത് പരിഹരിക്കണമെന്ന്. അത് വിറ്റാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, KSRTCയുടെ വാല്യൂഡ് അസറ്റ് ബേസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പല മടങ്ങാണ്, 10 ഇരട്ടിയിലുണ്ട്. പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി ലിക്വിഡ് ആണോ എന്ന് ചോദിച്ചാൽ 2 month 3 month പീരീഡിൽ അവൈലബിൾ ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ അസറ്റ് സ്ട്രക്ചർ കാണാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, KSRTC KTDFC എന്നുള്ളതെല്ലാം തന്നെ ലേബൽസാണ്. ഇതിൻ്റെ 100% ഷെയർ ഹോൾഡറും ഗവർണർ ഓഫ് കേരളയാണ്. ഇത് നടത്താൻ പോകുന്ന ഉദ്യോഗസ്ഥരായ ഞാനും KSRTC MD എല്ലാം തന്നെ 0.5% ഷെയറിൻ്റെ പുറത്ത് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനേ അവർക്ക് അധികാരമുള്ളൂ. അങ്ങനെയുള്ള 4-5 ആളാണ് ആ ബോർഡെന്ന് പറയുന്നത്. പറയുമ്പോൾ ഇത് വലത് കൈ ഇരിക്കുന്ന ഇടത് കൈയിലോട്ട് മാറണോ, ഇടത് കൈ ഇരിക്കുന്ന വലത് കൈയിലോട്ട് മാറണോ, എന്നിട്ട് വലത് കൈയിലോട്ട് കൊണ്ടുവന്നാൽ ഇത് എളുപ്പമാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ വൺ ക്യാൻ സെറ്റിൽ ഈ അസറ്റ് ഇഷ്യൂ തീരുമാനിക്കാൻ ഒരാഴ്ചത്തെ സമയം പോലും വേണ്ട. ഞാൻ തന്നെ പങ്കെടുത്ത 2-3 ഹയർ ലെവൽ മീറ്റിംഗ്സിൽ അസറ്റ് അല്ലെങ്കിൽ 450 കോടിയുടെ അസറ്റ്സ് KTDFCയുടെ ബുക്സിലേക്ക് കൊണ്ടുവന്നിട്ട് KTDFC വീണ്ടും പിന്നെ വയബിൾ ആക്കിയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിച്ച്, ഡെപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കാൻ പ്രയാസമില്ല, ഉടനെ ഒരു ക്രൈസിസ് വരില്ല. അല്ല, അതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം. ട്രബിൾ ഈസ് നിക്ഷേപം സ്വീകരിക്കുക. ഒരു വർഷം കുറഞ്ഞ 150 കോടിയുടെ ഡെപ്പോസിറ്റ്സ് വന്നുകൊണ്ടിരുന്നതാണ്. മാത്രമല്ല, കമ്പനികൾ നടത്തിയിരുന്ന നിക്ഷേപങ്ങൾ പിൻവലിക്കാറില്ലായിരുന്നു. അപ്പോൾ 3 കൊല്ലത്തേക്ക് ഇട്ടാലും അവർ 20-25 വർഷമായിട്ട് നല്ല പലിശ ഉള്ളതുകൊണ്ട് തുടർന്നു പോയിരുന്ന നിക്ഷേപങ്ങളാണ്. അപ്പോൾ ഈ NBFCസിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് വിൽ റൺ. പിന്നെ ഇത് കിട്ടില്ല. ഇനിയിപ്പോൾ അത് ശരിയായാലും ആരും നിക്ഷേപിക്കാൻ തയ്യാറായി വരുമെന്ന് തോന്നുന്നു. വി വിൽ ഹാവ് ടു പ്രൊവൈഡ് എ വെരി ഗുഡ് അട്രാക്റ്റീവ് റേറ്റ്, കമ്മ്യൂണിക്കേറ്റ് ഓൺ വാട്ട് ഹാപ്പൻഡ്. ഇപ്പം ഞാൻ പറയും, ഇപ്പം നിങ്ങളോ ഞാനോ പെൻഷൻ കിട്ടിയ ഒരു ബെനിഫിറ്റ് 30 ലക്ഷം രൂപ കമ്മ്യൂട്ട് ചെയ്ത് സാധാരണ ജീവനക്കാർക്ക് കിട്ടുന്നതാണ്. അത് നാളെ കുട്ടികളുടെ ആവശ്യത്തിനോ വിദ്യാഭ്യാസത്തിനോ ഞാൻ കൊണ്ടുചെന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. 1 ഏപ്രിൽ കിട്ടേണ്ട സംഗതി വിഡ്രോ ചെയ്യാൻ ഞാൻ ചെല്ലുമ്പോൾ കുട്ടിയുടെ മാരേജ് ആണെന്ന് സങ്കല്പിക്കും. ഇതിപ്പോൾ ഇൻ നവംബർ ഐ എം സ്റ്റിൽ നോട്ട് ഗെറ്റിംഗ്. അയാൾ ഈ ഡെപ്പോസിറ്റ് കാണിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു വായ്പ എടുത്ത് മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പിന്നെ ഒരു പ്ലസൻറ്റ് ഡിസ്പെൻസേഷൻ തരുമോ? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ശരിക്കും എങ്ങനെയാണ് ഇത് ഇത്രയും പൊളിഞ്ഞു പോയത്? ഈ പൊളിഞ്ഞു എന്നൊക്കെ രാജേഷ് പറയുന്നത് വളരെ ഞാൻ പറയുന്നത് ഇതിന് പരിഹരിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെൻ യു ആർ ഇൻ എ ക്യാഷ് ക്രഞ്ച് അല്ലെങ്കിൽ ടെമ്പററി ലിക്വിഡിറ്റി പ്രോബ്ലം, അത് പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ അസറ്റ്സ് സഫീഷ്യൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് കയ്യിൽ അസറ്റ്സിന് ഒരു കുഴപ്പമില്ല. ഓൺലി തിങ് ഈസ് കറണ്ട് ലയബിലിറ്റീസ് ആർ പുഷിങ് യു ബാക്ക്. അപ്പോൾ ആ അസറ്റ്സ് സമർത്ഥമായിട്ട് വിന്യസിച്ചുകൊണ്ട് നല്ല ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ 2 കമ്പനികളുടെയും ബാലൻസ് ഷീറ്റ് സ്റ്റഡി ചെയ്തിരുന്നാൽ ഇത് പരിഹരിക്കാനായിട്ട് ഇപ്പോഴും പ്രയാസമൊന്നുമില്ല. ഞാൻ പറയുന്നത് 10-15 ദിവസത്തെ തോട്ട് മതി, ആക്ഷൻ മതി. തിടുക്കത്തിലൊരു തീരുമാനം വേണം. ഇപ്പോൾ ഇനി മുന്നോട്ട് തീരുമാനം വൈകിച്ച് മുന്നോട്ട് പോയാൽ ദാറ്റ് വി വിൽ ബി കൺസ്ട്രെയിൻഡ്. ഇപ്പോൾ KTDFC പോലെ സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആൾക്കാർ പണം നിക്ഷേപിക്കുന്നുണ്ട്. ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം മൊത്തത്തിലൊരു വിശ്വാസ തകർച്ചയ്ക്ക് വഴിതെളിക്കില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് ഒരിക്കലും പോകാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ലീഗൽ ക്വസ്റ്റ്യൻ ഈസ്, സപ്പോസ് ഒരു A, B or C എൻറ്റിറ്റി ഈ പറയുന്ന പോലെ ടെമ്പററി ക്യാഷ് ക്രഞ്ച്, ഓപ്പറേഷണൽ ക്രഞ്ചിലോട്ട് വന്നെന്നിരിക്കട്ടെ. സോ ഡു യു ഡിഫ്രേ ദ ഗ്യാരണ്ടി റൈറ്റ് അവേ ഓർ ഡു യു സേ ദറ്റ് പ്ലീസ് എക്സ്റ്റിങ്ക്വിഷ് യുവർ അസറ്റ്സ് ഫസ്റ്റ്? ആ പീരീഡ് ആ പീരീഡിലേക്ക് പലിശ നമുക്ക് വേണേൽ കൊടുക്കാം. ഡെപ്പോസിറ്റിന് നമ്മൾ വിൽ സേ വിൽ കീപ് പേയിങ് യു ഇൻട്രസ്റ്റ്. ദാറ്റ്സ് എ വയ മീഡിയ. പക്ഷേ ഞാൻ ഗ്യാരണ്ടിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യപ്പെടുന്നതും തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. ശരി. As far as what I understood from the literature of the law is that a guarantee on call should be discharged instantaneously. ഇപ്പോൾ KTDFCക്ക് തരാൻ വേണ്ടി KSRTCക്ക് സർക്കാർ 85 കോടി രൂപ 55 കോടി എന്ന് അവർ തന്നിരുന്നു എന്നൊരു അവകാശമെന്ന് പറയുന്നുണ്ടല്ലോ. 55 കോടി. അതായത് KSRTCക്ക് ഒരു ബജറ്റ് ലൈൻ ഉണ്ട്. 1000 കോടിയോളം ഒരു വർഷം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് 8000 കോടി കൊടുത്തു. ഇത് കറക്റ്റാണ്. കാരണം അവരുടെ വയബിലിറ്റി ഗ്യാപ്പ്, അവർക്ക് അവരുടെ വരുമാനത്തിൽ നിന്ന് അവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 1000 കോടിയോളം അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. സോ ദ പോയിന്റ് ഈസ്, ഈ 356 കോടിയും ഒരിക്കൽ ഈ ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്ത് ബജറ്റിൽ ചേർത്താണ്. ബട്ട് ഇറ്റ് ഗോട്ട് കൺസ്യൂംഡ് ഇൻ ടു
KSRTC's ഓപ്പറേഷണൽ പാർട്സ് ആൻഡ് അവരുടെ മാനേജ്മെൻറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ഞങ്ങളുടെ നിത്യനിദാന ചെലവിന് ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് ക്രെഡിറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഫിനാൻസിൻ്റെ വേൾഡിലോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യു ഹാവ് ടു ഇഫ് യു സേ ഈ ഷെയർ ഹോൾഡറിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലിക്വിഡേഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി പോലും ഗ്യാരണ്ടി ഡെറ്റ് ഹാസ് ടു ബി ഡിഫ്രൈഡ് ഫസ്റ്റ്. കടക്കാരെ സെറ്റിൽ ചെയ്തിട്ട് മാത്രമേ എംപ്ലോയീസിലോട്ട് വരാൻ പറ്റൂ. ബാക്കിയുള്ളത് എംപ്ലോയീസിന് കിട്ടൂ. അതിനുശേഷം ഏറ്റവും അവസാനം ഷെയർ ഹോൾഡറിന് പോവുള്ളൂ. ഇവിടെ നമ്മളെടുത്ത ഒരു പ്രിൻസിപ്പിൾ, സിൻസ് ഐ ഹാവ് ടു പേ കറണ്ട് സാലറീസ് ലെറ്റ് ദ ക്രെഡിറ്റർ വെയിറ്റ് എന്ന് തീരുമാനിച്ചു. അപ്പം നൗ ഇറ്റ് ഹാസ് കം ടു എ പോയിന്റ് വെയർ ദ ഡിസ്ട്രസ്ഡ് ക്രെഡിറ്റർ ഈസ് സ്ക്വീസിങ് യു. അയാൾ ലീഗൽ മെഷേഴ്സ് എടുത്തപ്പോൾ അത് നമുക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ആ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ KSRTC CMD പറയുന്നത് ഇത്രയും പൈസയൊന്നും തരാനില്ലെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൾ റൈറ്റ്. വാട്ട് ഈസ് സേയിങ് ഈസ് എൻ അക്കൗണ്ടിങ് ഇഷ്യൂ അല്ലേ. ഇപ്പോൾ ഈ കൊടുത്ത ആൾക്കാർക്ക് ഒരു സംശയമില്ല, അത് ക്രെഡിറ്റ്, കാരണം ഇതെല്ലാം വയർ ട്രാൻസ്ഫേഴ്സ് അല്ലേ. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കി ഗ്യാരണ്ടി ചെയ്യുന്നു. കേരള ബാങ്കിൽ നിന്ന് X crores KTDFCയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. KTDFC അത് വയർ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ KTDFC നോക്കേണ്ട കാര്യം, ബാങ്ക് തന്നെ പറയും എത്ര രൂപ റിസീവ് ചെയ്തു, എത്ര രൂപ റിസീവ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് പലിശയിൽ തർക്കമായിരിക്കാം, സർചാർജ് ഓർ പീനൽ ഇൻട്രസ്റ്റ് ഇഷ്യൂസ്. അത് രണ്ട് അക്കൗണ്ടൻസും. ഫോർ യുവർ ഇൻഫർമേഷൻ, ഈ തർക്കം പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ് തന്നെ ഫിനാൻസ് സെക്രട്ടറി തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫാമിനെ ഏൽപ്പിച്ചു, വേർമ ആൻഡ് വേർമ പഠിച്ചിട്ട് പറഞ്ഞ് തുക അറ്റ് ഹാൻഡ് ഇത്രയാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന പരിമിതമായ അക്കൗണ്ടൻസി നോളജ് വെച്ചിട്ട് ഈ തുകയെക്കുറിച്ചൊരു തർക്കം ഇല്ല. 750 കോടി തന്നെ വർമ്മ ഹാസ് ഗിവൺ ദ ഫിഗർ അന്നത്തെ ഡേറ്റ്. അത് 2-3 വർഷം മുമ്പാണ്. അപ്പോൾ അതിന് ശേഷമുള്ള തുക പലിശ മാത്രമാണല്ലോ. ഇതിനെ ചൊല്ലി KSRTC MDയും CMDയും KTDFC CMDയും തമ്മിലൊരു വാഗ്വാദം നടന്നു. ഒരു വാഗ്വാദവും നടന്നിട്ടില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പോലുമില്ല. ബിജു ഇസ് എ യങ്ങർ ഓഫീസർ ടു മീ. വി റിമെയിൻ ഇൻ ദ ബെസ്റ്റ് ഓഫ് പേഴ്സണൽ ടേംസ്. ആൻഡ് ഉള്ള ഏക ഇഷ്യൂ എന്ന് പറയുന്നത് ഐ വുഡ് റാദർ സേ, ഇപ്പം ഞാൻ പറയുന്നത് അതിൽ എഗെയിൻ പ്രിൻസിപ്പിൾ എന്താണ്. ഇപ്പോൾ രാജേഷ് എടുക്കുക, ഇപ്പോൾ രാജേഷ് 100 കോടി രൂപ അല്ലെങ്കിൽ 100 ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടമെടുത്തു. രാജേഷ് പറയുകയാണ് ഈ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ എനിക്ക് സംശയമുണ്ട്, ഇത് 1.5 അല്ല 1.25 അല്ലെങ്കിൽ ഇതാണെന്ന് പറയുന്നു. അൾട്ടിമേറ്റ്ലി ക്യാൻ യു ഹോൾഡ് ഇറ്റ് ആസ് എ റൂൾസ് ഫോർ നോട്ട് പേയിങ് ഈവൻ ദ ഇൻട്രസ്റ്റ് ബാക്ക്. ഇപ്പം 700 കോടി ബോറോ ചെയ്തു എന്ന് ഒരു എൻറ്റിറ്റി സമ്മതിക്കുന്നു, 7 കോടി തിരിച്ചടച്ചോ? So can I say that let us decide whether it is 700 or 900, then I will start repayment. ഈ പ്രിൻസിപ്പിൾ എടുത്താൽ ആർക്കെങ്കിലും ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ ഞാനിതിൻ്റെ ചർച്ചകളിൽ വളരെ രസകരമായ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ KSRTC റെപ്രസെൻറ്റേറ്റീവ് വിൽ സേ ദാറ്റ് വി ആർ നോട്ട് ഷുവർ. എൻ്റെ റെക്കോർഡ്സിൽ, എൻ്റെ കണക്കിൽ ഇത് 700 ആണോ എന്നറിയില്ല, 750 ആണോ എന്നറിയില്ല. ബട്ട് ദാറ്റ് ആർ യു നോട്ട് സപ്പോസ് ടു കീപ് യുവർ അക്കൗണ്ട്സ്? ക്യാൻ ഐ ആസ് എ lender bank, can Kerala bank come and keep your accounts for you? ഇതിനിടയ്ക്ക് എവിടെയോ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു. ഐ ഹേർഡ് ദാറ്റ് അവർക്കൊരു ശങ്കയുണ്ടായി, ഇതിനകത്ത് നിന്നൊരു 100 കോടി രൂപ അൺഅക്കൗണ്ടഡ് ആണ്. അതിൽ ദർ വാസ് സം, ഞാൻ മനസ്സിലാക്കിയത് എന്തോ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഈ ബോറോവറിൻ്റെ ഹൗസിൽ ഒരു ഡിസ്പ്യൂട്ടോ ഒരു ഫ്രോഡോ നടന്നു എന്ന് തന്നെ വിചാരിച്ചോ. സംബഡി ടേക്സ് 50 crores away from the borrower. But can you tell the creditor that, let me find out that 50 crores, please wait. ഇതിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വി ആർ ടെല്ലിങ് ദ ക്രെഡിറ്റർ ദാറ്റ് വി ഹാവ് സം തിങ്സ് ടു സെറ്റിൽ ബിറ്റ്വീൻ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങളുടെ ഹൗസിൽ സെറ്റ് ചെയ്യാനുണ്ട്, അതുവരെ താങ്കൾ വെയിറ്റ് ചെയ്യൂ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ സ്ഥാപനം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇല്ലേ? ദ ഗവൺമെൻറ്റ്സ് ഗ്യാരണ്ടി അഷ്യൂർസ് ദ ക്രെഡിറ്റർ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീറ്റെയിൽ ക്രെഡിറ്ററിന്, ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ 100 കോടി ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്ററിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന അയാൾക്ക് ഒരു പരാതിയില്ല. ലെറ്റ് അസ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണ മിഷൻ ഫോർ ഇൻസ്റ്റൻസ് ഓർ അനദർ കമ്പനി ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഒരു ലോങ് ടേം ഡെപ്പോസിറ്റ് ആയിട്ടേക്കുന്നത്. അവർ 20 കൊല്ലം കഴിഞ്ഞ് പോലും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഗോയിങ് ടു കംപ്ലെയിൻ. ബട്ട് എ റിട്ടയർഡ് ഗവൺമെൻറ് ഓഫീസർ 30 ലക്ഷം ഇട്ടിരിക്കുകയാണ്. അയാൾ പെട്ടെന്ന്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന മാറ്ററാണ് കേട്ടോ. ഇപ്പോൾ ഒരു എയർഫോഴ്സിലെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉണ്ട്, എല്ലാ ദിവസവും 8 മണിക്ക് എന്നെ വിളിച്ചുണർത്തും. ഹീസ് ഓൾസോ സ്ലൈറ്റ്ലി ലൂസിങ് ഹിസ് മെമ്മറി, 80 വയസ്സോ മറ്റോ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ വിളിച്ചു പറയും, എന്നെ ഭയങ്കരമായി ശകാരിക്കും. 8 മണിക്ക് എന്നെ ഉണർത്തുന്ന പുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിന് ഷി ഹാസ് സം അഡ്വാൻസ്ഡ് ക്യാൻസർ. 30-40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. യു ആർ ലെറ്റിംഗ് മൈ വൈഫ് ഡൈ. ഇതാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാനിത് ഒഴിയാനായിട്ട് എഴുതി കൊടുത്തത്. ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടല്ല, ടെറിബിൾ. സംസ്ഥാന ഭരണത്തിൽ വളരെ നിയന്ത്രണം വഹിച്ചിരുന്ന വ്യക്തികൾ പോലും പൈസ നിക്ഷേപിച്ചവരിലുണ്ടെന്ന് കേട്ടു.
ഉണ്ടാവും. സീനിയർ ഓഫീസേഴ്സ് പിന്നെ നല്ല ഗവൺമെൻറ് ബാക്ട് ആയതുകൊണ്ട് നമ്മൾ നെയിം ചെയ്തു പേര് പറയുന്നില്ല. അല്ല, വളരെ ഞാൻ പറഞ്ഞു വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ചെറിയ നിക്ഷേപങ്ങൾ, അതായത് ഹാർഡ് ഏൺഡ് ഇൻകം ഡെപ്പോസിറ്റ് ചെയ്തവർ ക്രഷ്ഡായി പോകും. സമയത്ത് പൈസയെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ? അത് കൊടുത്തോ? അദ്ദേഹം കേസിന് വന്നിട്ടില്ല. ദ ഹോൾ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് എവിടെ നിന്ന് മൊബിലൈസ് ചെയ്യും ഇത് റീറ്റെയിൽ നമുക്ക് എങ്ങനെ മൊബിലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും? കാരണം ഡെപ്പോസിറ്റ്സ് ഒന്നും അകത്തോട്ടില്ലല്ലോ. ഈ റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത് 11 കോടിയോ മറ്റേ ഉള്ളൂ. ദാറ്റ് ബെയർലി മീറ്റ്സ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് KTDFC. ഇപ്പോൾ KTDFCയുടെ CMD സ്ഥാനം ഒഴിഞ്ഞു. തന്നെ ഞാൻ ചുമതല കൊടുത്തു. രക്ഷപ്പെടുത്താനുള്ള ഒരു പോംവഴി എന്തെങ്കിലും ഉണ്ടോ? ഒറ്റവാക്കി പറയാം. അല്ല, ഒരുപാട് മാർഗമുണ്ട്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഐ വിൽ അർജ് എവറിബഡി ദാറ്റ്. ഞാൻ 2021 മെയ്യിൽ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ റിവൈവൽ പാക്കേജ് കൊടുത്തു. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, RBIയുടെ അനുമതിയുള്ള ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഒരു ഗവൺമെൻറ്റിന് പെട്ടെന്ന് ഫ്ലോട്ട് ചെയ്ത് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് റെഗുലേറ്ററി ക്ലിയറൻസസ് എടുത്ത് വരും. ഒരു ബാങ്ക് തുടങ്ങുന്നത് പോലെ ഡിഫിക്കൽട്ടാണ്. സ്വകാര്യ വ്യക്തികൾക്കും വളരെ പ്രയാസമാണ്. കേരളത്തിൽ എല്ലാ NBFCസും വളരെ ശ്രമിച്ചു വരുന്ന NBFCs ആണ്. 4500 കോടി വരെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട്. സോ ഇഫ് യു എൻഗേജ് ഇൻ മീനിങ് ഫുൾ ഫിനാൻസ്, KTDFC ഹാസ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. അതിനൊരു കുഴപ്പമില്ല. ഉദ്യോഗസ്ഥ തലത്തിലാണോ അല്ലെ ഭരണ തലപ്പത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയാണോ ഇങ്ങനെയൊക്കെ ആയത്? അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഒരു ഡിസ്കഷനിൽ എനിക്ക് എൻ്റർ ചെയ്യാൻ അവകാശമില്ല. മൗനം പാലിക്കാം. അങ്ങനെയല്ല, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ക്രൈസിസ്, അതായത് 18 കൊടുത്ത ഈ ഫോർവേഡ് ലെൻഡിങ്, പാർട്ട് സ്റ്റേക്ക് ഹോൾഡർ ഈസ് കേരള ബാങ്ക്. കേരള ബാങ്കിന് ഇപ്പോൾ വീണ്ടും സെക്യൂരിറ്റി കൊടുത്തു. അപ്പോൾ സെക്യൂരിറ്റൈസ്ഡ് ലോണാണ്. ഈ സെക്യൂരിറ്റൈസ്ഡ് ലോണിൻ്റെ തിരിച്ചടവ് നമ്മൾ ഭാഗികമായിട്ടെങ്കിലും ചെയ്തെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 900 കോടി തിരിച്ചടയ്ക്കേണ്ട. ഐ എം ഓൺലി സേയിങ് ഇഫ് യു സ്റ്റാർട്ട് റീപേയിങ് ദ ഇൻട്രസ്റ്റ് അറ്റ്ലീസ്റ്റ്. ഇപ്പോൾ ലോൺ 2 തരത്തിലായി 18-ന് ശേഷം. ഒന്ന് കൺസോർഷ്യം ബാങ്കിൻ്റെ ലോണ്, അതിലൊരു ഘടകമാണ് KTDFC. ഇപ്പോൾ ഇടയ്ക്കൊരു തോട്ട് വന്നിരുന്നു, കൺസോർഷ്യത്തിൽ നിന്ന് പിൻവലിച്ചിട്ട് ആ ബാങ്ക്സിനെ കൊണ്ട് KTDFCയുടെ ഷെയറും കൂടി എടുത്തിട്ട് ഈ തുക എടുത്ത് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുക. പക്ഷേ ഇതിനും പ്ലസും മൈനസും ഉണ്ട്. കാരണം ഇപ്പോൾ ആ 140 കോടി ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഡെപ്പോസിറ്റ് നിന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വരുമാനവും കൂടെ ഷ്രിങ്ക് ചെയ്യും. സോ എവറിത്തിങ് ഈസ് ഫ്രോട്ട് വിത്ത്. ഒരു കാര്യം നിസ്സാരമായിട്ട് ചെയ്യാം. ഉദാഹരണത്തിന് 20,000 കോടിക്ക് മീതെ അല്ലെ 30,000 കോടി അസറ്റ് ബേസ് ഉള്ള KSRTC 3,000 കോടി അസറ്റ് KTDFCയിലോട്ട് ബുക്ക് ട്രാൻസ്ഫർ, മീനിങ് ഇറ്റ് റിമെയിൻസ് 100% വിത്ത് ദ ഗവർണർ. മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺ എറോഡ് ചെയ്തു, NPA സ്റ്റാറ്റസ് മാറി. സോ ഇറ്റ് ഈസ് ബാക്ക് ഇൻ ബിസിനസ്. പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ഈ പ്രപ്പോസൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ ഹയസ്റ്റ് ലെവൽ മീറ്റിംഗ്സ് 3 തവണ റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യണം, ചീഫ് സെക്രട്ടറിനെ റെക്കോർഡ് ചെയ്തു. അതിന് ഡോക്ടർ VP ജോയ് വാസ് ദയർ. പക്ഷെ അത് പിന്നെ അതിനകത്ത് ഓർഡേഴ്സിലോട്ട് എത്തിയില്ല. അതിലൊരു കാലതാമസമുണ്ട്. കുറച്ചുകൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു നോക്ക് അറ്റ് യുവർ ഡോർ വരില്ല. ഈ KSRTCയും കടക്കണിയിലാണ്. പെൻഷൻ കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല. ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു മാർഗവുമില്ലേ? ഇതെന്താ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഐ ക്യാൻ ടേക്ക് എ മിനിറ്റ്, ഈ ട്രാൻസ്പോർട്ട് സെക്ടറിൽ ലോകത്തെല്ലായിടത്തും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ KSRTCയുടെ എഫിഷ്യൻസിക്ക് ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും KSRTCയുടെ വയബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1,60,00,000 മറ്റോ വാഹനങ്ങളായി. ഇപ്പം KSRTC സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന രാജേഷും ഞാനും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടോ ഓൺ എ ഡേ ടു ഡേ ബേസിസ്. സോ കമ്മ്യൂട്ടേഴ്സ് റൈഡർഷിപ്പ് 33 ലക്ഷം വരെ പാസഞ്ചേഴ്സ് ഡെയിലി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 20 ലക്ഷം ഉള്ളൂ. സോ ദാറ്റ്സ് ലൈക്ക് വരുമാനം കുറഞ്ഞു. അല്ല, പാസഞ്ചർ ഹാസ് പ്രിഫറിങ് സം അതർ മോഡ്സ്. അല്ലല്ല, പാസഞ്ചർ കുറഞ്ഞപ്പോൾ അതിൻ്റെ വരുമാനം കറക്റ്റ്. അപ്പോൾ ഡിമാൻഡിലൊരു പ്രശ്നമുണ്ട്. കോവിഡ് ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും പബ്ലിക് കമ്മ്യൂട്ട് ക്വാളിറ്റി, സോ അങ്ങനെ ഒരു സംഗതിയുണ്ട്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ KSRTC ഈസ് ഓൾസോ കമ്പനി വിച്ച് സബ്സിഡൈസസ് ട്രാൻസ്പോർട്ട്, മീനിങ് അറ്റാക്കിംഗ് അൺവയബിൾ റൂട്ട്സ് ആൻഡ് അൺവയബിൾ റൈഡർഷിപ്പ് ഓൾസോ. അപ്പോൾ സബ്സിഡി വിങ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനെ അങ്ങോട്ട് പൈസ കൊടുത്തേ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കമ്പനി ഫോം ചെയ്ത്, സബ്സിഡിയറി വിച്ച് വിൽ ബി സബ്സ്യൂംഡ് ഇൻ ദ എൻറ്റിറ്റി ആഫ്റ്റർ. അങ്ങനെയൊക്കെ ഒരു കൺസ്ട്രക്റ്റ് കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ. അത് റിഫോമിനുള്ള ഒരു മാർഗ്ഗമാണ് പ്രോഫിറ്റ് സെൻറ്ററായിട്ടുള്ള അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബേസിസ് നടത്താവുന്നതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക. സബ്സിഡി ഓർഗനൈസേഷൻ പ്രൈമറിലി ഗവൺമെൻറ് സബ്സിഡി നൽകി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ പറയുന്നത് ഒരു മീഡിയം ടേം വിഷനിലെങ്കിലും സ്ട്രക്ചർ ചെയ്തെങ്കിലേ പറ്റൂ. ഇത് കാണണം. അതിൻ്റെ ഒരു പരിശ്രമമാണ് ഖന്ന റിപ്പോർട്ട്. പക്ഷേ ഖന്ന റിപ്പോർട്ട് ഹാസ് ടു ബി ടേക്കൺ ടു നമ്മൾ
അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന കോസ്റ്റുകളെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ട്രാൻസ്പോർട്ട് കമ്പനീസിന് ഈ വലിയ അസറ്റ് സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ യു ടേക്ക് KSRTC വിട്ടേക്കൂ, നെക്സ്റ്റ് ഹയസ്റ്റ് പിന്നെ ഫ്ലീറ്റുള്ള പ്രൈവറ്റ് കമ്പനി എടുക്കൂ. അവർ ഇത്ര അസറ്റിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? മീനിങ് ടെർമിനൽസ് ഇൻ എവറി ഡിസ്ട്രിക്ട്, ഡിപ്പോസ് ഇൻ എവറി പ്ലേസ്? ഇല്ലല്ലോ, ഇല്ല. ബട്ട് യു ആർ ഏബിൾ ടു. അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ലീസിൽ ഹോൾഡ് ചെയ്താലും ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ നടത്താൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ചിന്തിച്ചതിനെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കി എടുത്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതിലോട്ടൊരു പരിശ്രമം വരണം. പക്ഷേ ഐ തിങ്ക് ദർ ആർ കൺസ്ട്രെയിൻസ് ദെയർ ഓൾസോ. കാരണം ആൾക്കാർക്ക് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വാസ് ഇൻ ദ പവർ സെക്ടർ 3.5 വർഷം അതിൻ്റെ ഡയറക്ടറായിരുന്നു ഇൻ ദ കമ്പനി. അവിടെയും സംഭവിച്ച ഇപ്പോൾ 4000 പേര് റിട്ടയർ ചെയ്യുകയാണ് ഈ 2-3 വർഷങ്ങളിൽ. ഇതൊരു കമ്പനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്ന് ഒഴിവാക്കാവുന്ന 2000 പൊസിഷൻ ഒഴിവാക്കിയാൽ തന്നെ അന്ന് ഞങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് ഏകദേശം ഒരു 100 കോടി രൂപയുടെ റവന്യൂ കുറയ്ക്കാൻ പറ്റും, ചിലവ് കുറയ്ക്കാൻ പറ്റും. ബട്ട് വി ആർ അൺഫ്ലെക്സിബിൾ അബൌട്ട് ഇറ്റ്. ഞാനൊരു എക്സാമ്പിളോട് പറയാം. ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വി വെൻ ഫോർ ഓഫീസ് ഓട്ടോമേഷൻ. 100% യൂണിറ്റ്സ് ഓഫീസ് ഓട്ടോമേറ്റ് ചെയ്തു. ഈ ഓഫീസ് വളരെ സാധാരണ സർക്കാർ മുഴുവനുള്ളൊരു സൊല്യൂഷനാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം അറിയാം, യൂണിവേഴ്സിറ്റി ഹെഡ് ക്വാർട്ടറിൽ 100 അസിസ്റ്റൻസ് ഉണ്ട്, സം 50-55 കമ്പ്യൂട്ടർ ടൈപ്പിസ്റ്റ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റൻസ്. ഈ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 100% റിട്ടർഡൻ്റായി. കാരണം ഇപ്പോൾ അസിസ്റ്റൻ്റ് തന്നെയല്ലേ ഇതിൽ ടൈപ്പ് ചെയ്യണേ, ദർ ഇസ് നോ ടൈപ്പിംഗ് പൂൾ. പക്ഷേ നമ്മൾ 55 പേരെ പേറോളിൽ കണ്ടിന്യൂ ആണ്. ഇത് ആരെയും പറഞ്ഞു വിടണം എന്നല്ല പറയുന്നത്, ബട്ട് ഫോർ ഫ്യൂച്ചർ യു മേ ഹാവ് ടു ടേക്ക് അവേ ദോസ് പൊസിഷൻസ്. അപ്പോൾ തസ്തികകൾ ഒഴിവാക്കണം, ഭാവിയിലെ റിക്രൂട്ട്മെൻറ്റ് ഒഴിവാക്കണം. പക്ഷേ അവിടെ വലിയ പ്രശ്നമാണ്. അവിടെ യൂണിയൻ പ്രശ്നമായി അല്ല, അവർ പറയുന്നത് വെച്ചാൽ ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഇതൊരു ഈ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തെല്ലാം ഈ ഫീഡർ ബേസ്, ഇൻടേക്ക് ബേസ് ആണ് മുകളിലുള്ള പോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. 3 അസിസ്റ്റൻറ്റിന് 1 SO, 3 SOയ്ക്ക് 1 അസിസ്റ്റൻറ്റ്, 3 അസിസ്റ്റൻറ്റ് 1 DR, 2 DRന് 1 JR. അപ്പോൾ അവർ പേടിക്കുന്നത് ഇതിൽ നിന്ന് 10% ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു JR പോവും. അപ്പോൾ അത് പ്രോപ്പർട്ടിയാണ്, അത് പറ്റുകയില്ല. അത് വളരെ രൂക്ഷമായിട്ട് എനിക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഇതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ KSRTC, താങ്കൾ ഇതിനു മുമ്പ് ഇരുന്ന KSCBയിലാണെങ്കിലും അവിടെ കുറയ്ക്കാൻ പറ്റിയില്ലല്ലോ. KSRTCയിലും യൂണിയന്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഇപ്പം തന്നെ അതിൻ്റെ CMD തന്നെ മാറ്റണമെന്ന് കത്ത് കൊടുത്തിട്ടുണ്ട്. ആരുടെ? അല്ല, ബിജു പ്രഭാകർ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് അവധിയിലൊക്കെ പോയിരുന്നുണ്ട് കുറച്ച് നാൾ. നോട്ട് ഫോളോയിങ് ഇറ്റ് അപ്പ്. അത് എനിക്ക് കുറിച്ച് ധാരണയില്ല. ഇതിപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇഷ്യൂ അല്ല, ഇതൊരു റാഷണാലിറ്റിയുടെ ഇഷ്യൂ ആണ്. നമ്മൾ പറയുന്നത് ഇൻ എനി കൈൻഡ് ഓഫ് ബിസിനസ് ദി മോഡ് ഓഫ് ട്രാൻസാക്ഷൻ മാറുന്നു, ഇലക്ട്രോണിക് ആവുന്നു, അല്ലെങ്കിൽ പിന്നെ മാറുന്നു. അപ്പോൾ എനിക്ക് 10 പേര് വേണ്ടിടത്ത് ഇപ്പോൾ 7 മതി. ഞാൻ പറയുന്ന സൊസൈറ്റി പ്ലീസ് ടേക്ക് എ ചോയ്സ്. നിങ്ങൾ 10 പേരെയും തന്നെ തുടരണം നിശ്ചയിച്ചാൽ അങ്ങനെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും, താരിഫ് കൂടുതൽ കൊടുക്കേണ്ടി വരും, ചിലവ് കൂടുതലായിരിക്കും. ഡു യു ഓപ്റ്റ് ഫോർ എ ഹൈ കോസ്റ്റ് സ്ട്രക്ചർ ഓർ എ ലോ കോസ്റ്റ് സ്ട്രക്ചർ? അത് മനസ്സിലാക്കിയിട്ടൊരു തീരുമാനം എടുക്കുക. 20,000 പേർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ 30,000 പേരെ വെച്ച് ചെയ്താൽ 1/3 പൈസ. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, പവർ ബില്ലിൻ്റെ ഇത്ര ശതമാനം ഇവിടുത്തെ എക്സസ് എംപ്ലോയി ലോഡാണ്. ശരിയാവോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഡു യു വാണ്ട് പേ? എനിക്കറിയാം, പക്ഷേ അത് പറയേണ്ടതില്ലല്ലോ. ഡു യു വാണ്ട് ടു പേ? ഫോർ എക്സാമ്പിൾ, ഓൾ ഇന്ത്യ പവർ ഡിസ്ട്രിബ്യൂഷൻ എംപ്ലോയി കോസ്റ്റ് ഇസ് ആവറേജ് ഇസ് ലൈക്ക് 90 പൈസ, 90 പൈസയേ ഉള്ളൂ ഒരു യൂണിറ്റിന്. കേരളത്തിൽ ഐ ബിലീവ് ഇറ്റ് ഇസ് ക്ലോസർ ടു 2-2.5 രൂപയ്ക്ക് അടുത്തെത്തും. അല്ല, ഇവിടെ മറ്റെങ്ങും ഇല്ലാത്ത ശമ്പള സ്കെയിലല്ലേ KSCBയിലുള്ളത്? അതൊക്കെ ആവാം. കളക്റ്റീവ് ഡിസിഷൻ ആസ് എ സൊസൈറ്റി പ്ലീസ് ടേക്ക് വെദർ യു വിൽ ബി എ ഹൈ ടാക്സ് high cost society or whether you will be a tax wise, public finance wise efficient society. അതിനകത്ത് ഇപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുന്ന MD ആയിട്ടുള്ള ഒരു എംപ്ലോയിയുടെ അടുത്ത് ഗുസ്തിക്ക് പോയിട്ട് എന്താ കാര്യം? ഞാൻ ചെയർമാനായിട്ടിരുന്ന കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലായി ഇതിൻ്റെ ചരിത്രത്തിൽ. അങ്ങനെയല്ല എന്നൊക്കെ അന്ന് ഒരുപാട് പേര് വാദിച്ചു. പക്ഷേ റെഗുലേറ്ററി അക്കൗണ്ട്സ് ഇപ്പോൾ വന്നു. 753 കോടി ആ വർഷം ക്യാഷ് സർപ്ലസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടുതലായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓപ്പറേഷൻസ് എഫിഷ്യൻ്റ് ആയാൽ ആ വർഷം എനിക്ക് വലിയ റിട്ടയർമെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫോർച്യൂസസ് ആയിട്ടുള്ള ഭാഗ്യത്തിൻ്റെതായ റിസർവോയേഴ്സ് വെർ ഫുൾ ആൻഡ് വി ഹാഡ് എ വെരി എഫിഷ്യൻറ്റ് ഈ കമേഴ്ഷ്യൽ ടീം വിച്ച് സോൾഡ് ദ പവർ വളരെ എഫിഷ്യൻ്റായിട്ട് അവർ സെല്ല് ചെയ്തു. 800-850 കോടി എക്സസ് അവർ ആ വർഷം പവർ സെയിൽ ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പോൾ ആ 850 കോടി ക്യാഷ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ഒരു വർഷം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനി, വൈ ഷുഡ് ഇറ്റ് അക്യുമുലേറ്റ് ലോസസ് ഓഫ് സെവറൽ 10,000 crores ആൻഡ് വൈ ഷുഡ് ഇറ്റ് എന്തിനാണ് പിന്നെ ഇത്രയും വലിയൊരു ഡെറ്റ് ബേസ് ഉണ്ടാക്കുന്നത്? എന്തിനാണ്? ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ആൾക്കാരുടെ പുറത്തേക്ക്. ഇത് അവിടെ ഉണ്ടാകുന്ന അധിക ചിലവ് എല്ലാം
ഈ വൈദ്യുതി നിരക്കിലേക്ക് അത് ഉപഭോക്താവിലേക്കും കറങ്ങിയെത്തുകയല്ലേ? അതാ ഞാൻ പറഞ്ഞ ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഐകമത്യം ഉണ്ടാവണം. എല്ലാവരും ഒന്നിച്ച് ചെലവ് കൂട്ടാൻ പരിശ്രമിക്കുകയും മാനേജിംഗ് ഡയറക്ടർ കമ്പനി ലാഭത്തിൽ കൊണ്ടുപോവുകയും ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഫിനാൻസ് എനിക്ക് ചോദിക്കുമ്പോൾ തരികയും എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാനത് തിരിച്ച് തരികയും ചെയ്യണം. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു എന്താണ്, ഒരു പ്രാക്ടിക്കലാണോ ഈ പറയുന്നത് ഒരു സംഗതി? മണി ഡസ് നോട്ട് ഗ്രോ ഓൺ ട്രീസ്. അത് ആരും അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ. അല്ല, ഈ വൈദ്യുതി നിരക്ക് വർധന ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കോസ്റ്റ് ഡെഫിനറ്റായിട്ട് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. ഒഴിവാക്കാമായിരുന്നു. അല്ല, നാച്ചുറലി റിഫ്ലക്ട് കോസ്റ്റ് ആണല്ലോ. ഈ വൈദ്യുതിയുടെ പിന്നെ ടാരിഫ് നിശ്ചയിക്കുന്നത് കോസ്റ്റ് പ്ലസ് എന്നുള്ള ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ലോകത്തിലെ 55 വൈദ്യുതി കമ്പനികളുടെ ഫിനാൻസസ് കഴിഞ്ഞ 2021 ഞാൻ വായിച്ചായിരുന്നു. യൂറോപ്പ്, നോർത്തേൺ അമേരിക്ക, വലിയ കമ്പനികൾ. അവർക്ക് ഗ്യാസും ഉണ്ട്, ഹീറ്റിങ്ങും ഗ്യാസും പെട്രോളിയം എല്ലാം കൈകാര്യം ചെയ്യുന്ന കമ്പനികളാണ്. ഈ മേഖലയിൽ ശരാശരി പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15%. സർപ്ലസ് ഓഫ് ക്യാഷ്. എല്ലാവരും യൂറോപ്പിലെ 55 യൂട്ടിലിറ്റീസും 12%, ഒരു വർഷം 1000 കോടി ടേൺ ഓവറുള്ള ആൾ 1200 കോടി അല്ലെങ്കിൽ 1300 കോടി അല്ലെങ്കിൽ ഒരു 1100 കോടിയെങ്കിലും വരവ് അതിൽ നിന്ന് സൃഷ്ടിക്കുന്നുണ്ട്. യു കമ്പയർ വിത്ത് ദ KSCB അക്കൗണ്ട്സ് ആൻഡ് റിമെമ്പർ, ഇവരെല്ലാവരും മൊണോപ്പൊളീസ് അല്ല, മത്സരിച്ചും കൂടിയാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് 10% ഓപ്പറേറ്റിംഗ് എക്സസിൽ നിൽക്കാൻ പറ്റുന്നില്ല? അറ്റ്ലീസ്റ്റ് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ക്വസ്റ്റ്യൻ അല്ലേ? 13 കമ്പനിയായി കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് ദ ഓൺലി പർപ്പസ് ഓഫ് ദ കമ്പനി ഇസ് ടു ഡെലിവർ എ സർവീസ്, പിന്നെ സോൾവെൻ്റ് ആയിരിക്കുക. എൻ്റെ ഓപ്പറേഷൻ മൂലം ഞാൻ എല്ലാ വർഷവും 1000 കോടി ഞാൻ നഷ്ടം ഉണ്ടാക്കും. ആൻഡ് ദെൻ ഐ വിൽ ബോറോ ആൻഡ് കീപ് ഇൻക്രീസിങ് മൈ കോസ്റ്റ്, ഇൻക്രീസിങ് മൈ ബോറോയിങ്, ആൻഡ് ഐ വിൽ പ്രൊസീഡ് ഇൻ ദാറ്റ് ലൈൻസ്. അത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത് നമ്മളൊരു സൊസൈറ്റി എന്നുള്ളതിൽ ചിന്തിക്കണം. അപ്പോൾ ചെലവ് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഈ നിരക്ക് വർധനയൊക്കെ ഒഴിവാക്കാമായിരുന്നു. അതൊരു ഘടകമാണ്. ഇപ്പോൾ KSCBയുടെ കേസിൽ ഞാൻ അഗെയിൻ ഒരു വാദം പറയല്ല. ഈ KSCB 21 പേ റിവിഷൻ നടത്തുമ്പോൾ കോവിഡ് പീരീഡ് കഴിഞ്ഞിട്ട് എമർജ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ആ ഫെബ്രുവരി 21 ആക്ച്വലി വിറ്റുവരവ് 50% ഉള്ളൂ. അതായത് കമ്പനിയുടെ വിറ്റുവരവ് 1500 കോടിയിലേക്ക് കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ശമ്പള പരിഷ്കരണം ചെയ്തത്. 19% ആവറേജ് ഇൻക്രീസ് ചെയ്തു. അതിനേക്കാൾ പിന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് ആ പേ റിവിഷൻ പാക്കേജ് എഗ്രി ചെയ്ത് വിതിൻ 15-20 ഡേയ്സ് 350 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് അരിയേഴ്സും പേ ചെയ്തു. കേരള ഗവൺമെൻറ് എംപ്ലോയീസിന് ഇപ്പോഴും എല്ലാവർക്കും കിട്ടിയോന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ KSCB ഡീഫ്രൈഡ് ദ അരിയേഴ്സ് ഓൾസോ. മൈൻഡ് യു, വെൻ യുവർ സെയിൽസ് വാസ് ഡൗൺ ബൈ 50%. ഇത് ലോകത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി ചെയ്യുമോ? അല്ല, വൈദ്യുതി ബോർഡ് ഇപ്പോഴും യൂണിയൻ തന്നെയാണോ ഭരിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ ചെയർമാനായിരുന്ന സമയത്ത് ബോർഡ് തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. ഒരു സംശയമൊക്കെ. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ നെല്ല് സംഭരണത്തിൽ നെല്ല് നൽകിയ കർഷകർക്കുള്ള പണം ബാങ്ക് വായ്പ പോലെ കൊടുക്കുന്നത് അത് അവരെ വലിയ പ്രതിസന്ധിയിലാക്കില്ല? കാരണം അത്തരം ഒരു ബാങ്ക് വായ്പ ഉള്ളവർക്ക് പിന്നീട് അവരുടെ മക്കളുടെ ആവശ്യത്തിന് മറ്റേ പണം വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് ഈ സെൻട്രൽ ഷെയറും സ്റ്റേറ്റ് ഷെയറും കൂടിയിട്ട് ഇതിൻ്റെ കോമ്പൻസേഷൻ ഈ നെല്ലെടുക്കുന്ന ഉടൻ തന്നെ കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ടല്ലേ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാങ്ക് ലോണായിട്ട് അത് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ, വിത്ത് എ കൊലാറ്ററൽ ഓഫ് ഈ സംഭരിച്ച നെല്ല് കൊലാറ്ററലാക്കിക്കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? സോ ലൈക്ക് നമ്മുടെ KSRTCക്ക് കൊടുത്ത ബ്രിഡ്ജ് ഫിനാൻസ് പോലെ പ്രൊഫസർ തോമസ് ഐസക് വളരെ നല്ല ഉദ്ദേശത്തിലും ഇത് റീസ്ട്രക്ചർ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലോട്ട് മുന്നോട്ട് വന്നത് മാതിരി ആരോ ഒരാൾ ഒരു പിന്നെ ഇന്നോവേറ്റ് ചെയ്ത ഒരു ഒരു സംഗതിയാണ് ആ ബാങ്ക് ലോൺ വെച്ച് തൽക്കാലം അവരെ വയബിളാക്കുക എന്നുള്ളത്. ഇതിനേക്കാൾ ബെറ്റർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കുക. ഇതെല്ലാം തന്നെ ഇത് ഗവൺമെൻറ് ഈസ് മോർ വയബിൾ ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് മോർ ലിക്വിഡ്. നെല്ല് നൽകുന്ന പാവപ്പെട്ട കർഷകരുടെ കാര്യത്തിലെങ്കിലും ഒരു സുതാര്യതയുള്ള ഈ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടുന്നതല്ലേ? കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കൂടുതൽ പിന്നെ കർഷകർക്ക് നേട്ടം കിട്ടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് DBT ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നതിൽ താല്പര്യം യാതൊരു കുഴപ്പമില്ല. അവിടെ ഈ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് ഗവൺമെൻറ് ബജറ്റിൽ നിന്ന് ഫ്ലോ ചെയ്ത് ഈ മറ്റേ കോൺട്രാക്റ്റിംഗ് ഏജൻസി അവർ വഴി ഫ്ലോ ചെയ്യുന്ന ആ ക്യാഷ് ചാനൽ എവറിഥിങ് വിൽ ബോയിൽ ഡൗൺ ടു അൾട്ടിമേറ്റ്ലി ലിക്വിഡിറ്റി ഓഫ് ദ ഇൻസ്റ്റൻറ്റ്. നമുക്ക് ഇന്നത്തെ ആവശ്യം, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ചായ കുടിക്കണം, അതിന് വേണ്ടതായ 10 റുപ്യ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാനൊരു ശതകോടീശ്വരനാണെന്ന് വെച്ചോളൂ. ഈ ഹൈദരാബാദ് നിസാമിനെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ലേ? നിസാം വാസ് ദ ഏറ്റവും കൂടുതൽ അസറ്റ് ഹൈദരാബാദിലുണ്ടായിരുന്ന ആളാണ്. പക്ഷേ അയാളൊരു ചാർപ്പായി വിരിച്ചിട്ട് അതിൽ കിടക്കും, കീറി പറഞ്ഞ വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ.
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലിക്വിഡ് ഒന്ന് ആപ്റ്റിറ്റ്യൂഡ്, രണ്ട് അയാളുടെ കയ്യിൽ അത്ര ലിക്വിഡിറ്റി ഇല്ല. അസറ്റെല്ലാം ഉണ്ട്, പക്ഷേ എല്ലാ ലിറ്റിഗേഷൻസിലും സർക്കാർ എടുത്തതും അതും ഇതുമൊക്കെയാണ്. ബട്ട് യു കനോട്ട് ബിലീവ്. അപ്പം അയാളുടെ ഒരു ക്രൈസിസ് ഉണ്ട്, ആ മിനിറ്റിലൊരു ക്രൈസിസ്. ബിക്കോസ് ആ 10 രൂപ അപ്പോൾ കയ്യിലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലാതെ അയാൾ ചായ ഡിസ്പെൻസ് ചെയ്യില്ല. അല്ല, നൈസാമിൻ്റെ അതേ അവസ്ഥയിലാണോ കൃഷി വകുപ്പ്? കൃഷി വകുപ്പിന് പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു, ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ ഒന്നുമില്ല. ഇല്ല. ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ട്രഷറി ചെയ്യുന്നത്. അതിൽ ചെറിയ ഡിലേസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിപ്പം കഴിഞ്ഞ ദിവസം പ്ലാനിംഗ് ബോർഡ് മെമ്പർ പറഞ്ഞല്ലോ, ദർ ഇസ് എ സ്ലൈറ്റ് ലിക്വിഡിറ്റി ഹിച്ച് എന്ന് പറഞ്ഞല്ലോ. അത് എല്ലാ വകുപ്പിനും വരും. അത് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നൊരു ചോദ്യം, പ്രധാനമായിട്ടും പ്രതിപക്ഷമാണ് ചോദിക്കുന്നത്, ഈ നെല്ല് സംഭരണത്തിൽ ഉൾപ്പെടെ പണം കൊടുക്കാനുള്ളപ്പം കേരളീയം പോലെ വാരിക്കോരി പണം ചെലവഴിച്ചുള്ള പരിപാടികൾ ആവശ്യമുണ്ടോ? എന്താണ് താങ്കളുടെ പ്രതികരണം? ഗവൺമെൻറ് ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു എക്സസൈസ്, അപ്പോൾ അതിനകത്തോട്ട് അങ്ങനെ, കാരണം അതിൻ്റെ എക്സ്പെൻസ് ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ KSRTC റീസ്ട്രക്ചറിങ്, പവർ ബോർഡിൻ്റെ ഫൈനാൻസസ് എന്നുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു സ്പെക്ക് മാത്രമാണ് ഈ നമ്മൾ പറയുന്നത്. ഗവൺമെൻറ്റിൽ ലാർജ് സ്കെയിൽ ഫിനാൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ മൾട്ടിപ്പിൾസ് ഓഫ് 1000 അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. ഒരു മാസത്തെ കമ്മിറ്റഡ് സാലറി എക്സ്പെൻഡിച്ചർ എത്രയാണ്? 10,000 കോടിക്ക് മീതെയാണ്. അതിനിടയിൽ ഈ ഒരു സ്കെയിൽ കമ്പാരിസൺ ഇല്ലാതെയാണ് പലരും വിമർശിക്കുന്നത്. പിന്നെ വേറൊരു രീതിയിലും അതിനെ നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു മാൻഡേറ്റ് ഉള്ളൊരു ഗവൺമെൻറ്റിന് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. യു ഹാവ് എ റൈറ്റ് ടു ക്രിട്ടിസൈസ് ഇറ്റ്. യു ക്യാൻ ഓൾവേസ് സേ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നെല്ലാം നമുക്ക് പറയാം. പക്ഷേ ആ ഫ്രീഡം ഇതൊരു വലിയ ദൂർത്തെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇത് രാജേഷ് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ട്രിക്കിയാണ്. ഇത് പണ്ടാരോ കോടതിയിൽ ചോദിച്ചില്ലേ, ഇപ്പോഴും ഭാര്യയെ തല്ലാറുണ്ടോ? ഇതെല്ലാം ഐ എം സെയിങ് ഇൻ എ ഡെമോക്രസി യു ക്യാൻ ഹോൾഡ് ഡിഫറെൻറ്റ് വ്യൂസ്. പക്ഷേ ഞാൻ പറയുന്നു, ശരിയോ തെറ്റോ എന്ന് കാഴ്ചക്കാരനുള്ളതുപോലെ ഇലക്റ്റഡ് ആയിട്ടുള്ള മാൻഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് ഒരു പ്രിവിലേജ് ഉണ്ട്, ടു ഇൻകർ ആൻ എക്സ്പെൻഡിച്ചർ, നോട്ട് ടു ഇൻകർ ആൻ എക്സ്പെൻഡിച്ചർ. അതിനെ പെർസ്പെക്റ്റീവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് ഹോൾഡറിന് പറയാം. പക്ഷേ അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. സോ വാട്ട് ടു ഡു? അവരെ പ്രതിമാസ ചെലവായിട്ടൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ് അത് ക്യുമുലേറ്റീവ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,70,000 കോടി. 1,70,000 കോടിയാണ് നികുതി പണവും ബോറോയിങ്ങും എല്ലാം കൂടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്. ദ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ഇറ്റ് സെൽഫ് ഈസ് 37,000 crores. അപ്പോൾ ഇതിനകത്ത് ഞാൻ പോയിട്ട് ഒരു 100 കോടി താഴെയുള്ളൊരു മൾട്ടിപ്പിളിനെ നോക്കിയിട്ട് വലിയ മൂല്യവിചാരം നടത്തുന്നതിനകത്ത് അതെ, അത് ദാറ്റ് ഈസ് ഒരു യു ക്യാൻ ഹാവ് എ വാല്യൂ ജഡ്ജ്മെൻറ്റ്. നിങ്ങളിപ്പോൾ ഇതല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഷർട്ടല്ല എന്നിടേണ്ടത് എന്നൊക്കെ നമുക്ക് യു ക്യാൻ സേ. ബട്ട് ഇൻ ദ ലാർജർ സ്കീം ഓഫ് തിങ്സ് ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 1000 ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വാട്ട് യു പ്ലാൻ ടു ഡു വിത്ത് ദാറ്റ് മണി ഇൻ ദ ഫ്യൂച്ചർ. എത്രത്തോളം നമ്മൾ നടത്തുന്ന നിക്ഷേപവും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളെ നാളെ സഹായിക്കും. ഈ മാസത്തെ സാലറി ഡിസ്ബേഴ്സ് ചെയ്യുന്ന ഇസ് എൻ ഇഷ്യൂ, ലിക്വിഡിറ്റി ഇഷ്യൂ. ബട്ട് വേർ ഈസ് ദിസ് ഗോയിങ് ടു ടേക്ക് യു ഇൻ ദ കമ്മിങ് ഫിനാൻഷ്യൽ ഇയർ? അത് പ്രധാനമാണ്. താങ്കൾ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ടേം കഴിഞ്ഞു, ഇലക്ഷൻ നടക്കാത്തത് കൊണ്ട് ഇപ്പോഴും അത് തുടരുന്നു. ഈ അസോസിയേഷൻ ഏതാനും മാസം മുമ്പ് ഒരു നിവേദനം സർക്കാരിന് കൊടുത്തിരുന്നു. അതായത് റിട്ടയർ ചെയ്യുന്ന ഓഫീസർമാരെ എല്ലാം പല പോസ്റ്റുകളിലും ഇങ്ങനെ പുതിയ ലാവണങ്ങൾ നൽകുന്നു. അതിനെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും പ്രതികരണം കിട്ടിയോ? അതിനെ എതിർത്തില്ല. അത് തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. അതായത് ഈ IAS പോലുള്ള സർവീസുകൾ, സ്റ്റേറ്റ് സർവീസുകളായാലും അവർക്കായിട്ട് നീക്കി വെക്കുന്ന പോസ്റ്റുകൾ അവർക്ക് കൊടുത്തെങ്കിലേ അവർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ തസ്തികകളിലോട്ട് വിരമിച്ചവരെ നിയമിക്കരുത് എന്ന് വെക്കുന്നുണ്ട്. ഒരു 2 ഇടത്ത് അങ്ങനെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കണം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഈ സീസൺഡ് ഓഫീസറാണ്, പക്ഷേ പലയിടത്തും നന്നാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം മാറി പോവാണല്ലോ. KCB മാറി. എനിക്കൊരു പരാതിയില്ല അതിനകത്ത്. ഹോൾ ക്വസ്റ്റ്യൻ ഈസ് പവർ സെക്ടറിൽ ഈ പറഞ്ഞ 36 മാസം എക്സ്പോഷർ കിട്ടി, കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇൻ ദാറ്റ് സെൻസ് ജോയ് ഓഫ് ലേണിംഗ് വാസ് ദെയർ. ട്രാൻസ്പോർട്ട് സെക്ടറിനെ ഫിനാൻസ് ചെയ്യാൻ 2.5 വർഷം ഇരുന്നു. അത് പാർട്ട് ടൈം ആയിരുന്നു. എനിക്ക് എപ്പോഴും പവർ ബോർഡ് ചെയർമാൻ ആയിരിക്കുമ്പോഴും ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെയും ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെയും ചെയർമാനായിരുന്നു. ഇൻ ദാറ്റ് സെൻസ് ആ 2 ബിസിനസ്സുകളും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. പവർ ഫിനാൻസ് കോർപ്പറേഷൻ പ്രോഫിറ്റബിൾ ആണ് വാസ്തവത്തിൽ. എല്ലാ ആശംസ. താങ്ക് യു.